കുറ്റ്യാടി വയനാട് റോഡിൽ ഓത്തിയോട്ട പാലത്തിന് സമീപം റോഡരികിലെ തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഉണങ്ങി ചിതലരിച്ച മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ കാലവർഷക്കാലത്ത് ഇടിമിന്നലേറ്റ് ഉണങ്ങിയ മരം ഇപ്പോൾ ചിതലെടുത്ത് ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതു സമയത്തും വാഹനങ്ങൾ കടന്നുപോകുന്ന HDLT ഇലക്ട്രിക് ലൈനിലൂടെ സംസ്ഥാന പാതയിലേക്ക് പതിക്കാൻ പാകത്തിലാണ് മരം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മരത്തിന്റെ ഒരു ശിഖരം അടർന്നു വീണപ്പോൾ റോഡിലൂടെ പോയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് PWDയെ സമീപിച്ചപ്പോൾ ഇതിനാവശ്യമായ ഫണ്ടില്ലെന്നാണ് മറുപടി ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. കായക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഓത്തിയോട്ട് ഭാഗമാണ്. ആ ഭാഗത്ത് സംസ്ഥാന പാതയിലാണ് ഇങ്ങനെ ഒരു അപകടകരമായ രീതിയിൽ ഈ ഒരു മരം ഉള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയോ അവിടെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാതൊരു നടപടിയോ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതാണ്. വലിയ അപകടമാണ് വീണാൽ. ഈ 3 പീസ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതൊക്കെ റോഡ് മേലേക്കാണ് പോവുക. സംസ്ഥാന പാത ആയതുകൊണ്ട് തന്നെ, വയനാട് റോഡായതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണങ്ങിയ മരം ഇലക്ട്രിക് ലൈനിന് ഭീഷണിയായി നിൽക്കുന്നത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ സ്ഥലം ഉടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ KCB സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. ഏതു സമയത്തും ഇലക്ട്രിക് ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഈ മരത്തിന്റെ കാര്യത്തിലും നടപടികൾ ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകദേശം 3 മാസത്തിന്റെ മേലെയായി ഈ മരം ഇങ്ങനെ ഉണങ്ങി വല്ലാത്തൊരു അപകടാവസ്ഥയിൽ. ഈ നാട്ടുകാർ എല്ലാവരും പരാതിയായിട്ട് കുറ്റ്യാടി PWDയിൽ പരാതി കൊടുത്തിട്ട് 3 മാസത്തിൻ്റെ മേലെയായി. ഇതുവരെ ഒരന്വേഷിക്കുകയോ മുറിക്കുകയോ ഒരു നടപടിയോ ഈ സമയം വരെയായിട്ടും അവരെടുത്തിട്ടില്ല. അത് പ്രകാരമാണ് എന്നെ കഴിഞ്ഞ ദിവസം 2-3 ആൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ കഷ്ണം വീണ് ഒരു സൈക്കിൾ യാത്രക്കാരനെ ഭാഗ്യവശത്താൽ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കാണുകയല്ലേ, മേലെ ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. ഏത് വാഹനം പോകുമ്പോൾ ഇത് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. PWD AEയും അതുപോലെ തന്നെ ഓവർസിയറായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ അവർ പറയുന്നത് ഫണ്ടില്ല, മുറിക്കാനുള്ള ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതാരാണ് മുറിക്കുക, ഇതാരാണ് ഇത് ഒഴിവാക്കുക, ഇതിനുള്ളൊരു ഉത്തരവ് ബന്ധപ്പെട്ട ആൾക്കാർ തരണമെന്ന് വിനീതമായി നമ്മൾ അപേക്ഷിക്കുകയാണ്. വീണ് കഴിഞ്ഞാൽ ഏറ്റവും മേലുള്ള മെയിൻ ലൈന് പൊട്ടിപ്പോവും, 2 പോസ്റ്റ് പോവും. അതുകൂടാണ്ട് ഇത് നിരന്തരം വാഹനങ്ങൾ പോയിക്കൊണ്ടുപോകുന്ന റൂട്ടാണ്, സംസ്ഥാന പാതയാണ്. എന്തായാലും ഒരു സൈക്കിളെങ്കിലും പോകാൻ നിൽക്കാത്ത സമയമില്ല. അപകടം 100%, അതിൽ സംശയമില്ല. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.